കുഞ്ഞാട് പോയതാം പാതയിലവനെ എന്നും അനുഗമിച്ചോടി വരെ. സ്വന്ത ബന്ധം നേടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. സ്വന്ത ബന്ധം നേടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും തീർത്തും വിശ്വസിച്ചില്ല. കാരണം എപ്പോൾ ഞങ്ങളുടെ പെങ്ങളെ വിളിച്ച് ചോദിച്ചാലും പെങ്ങൾക്ക് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാണുമ്പോഴും ചോദിക്കുമ്പോഴും, ഇല്ല മക്കളെ, ദൈവത്തിൻ്റെ കൃപയാലെ എനിക്കിതുവരെയും ഞാൻ സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും ബലത്തോടെയും ഇരിക്കുന്നു എന്നാണ് പറയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവം എല്ലാം നന്നായി ചെയ്തു. അതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തികച്ചും ഒരു സാധാരണ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 8 മക്കൾ, 4 ആണും 4 പെൺമക്കളും. അതിൽ മൂത്ത സഹോദരിയാണ് ഈ ചിന്നക്കുട്ടി മദർ. അത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പച്ചനും അമ്മച്ചിയും രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതുപോണം ഈ മദറിൻ്റെ ഒരു ഇളയ ആങ്ങളയും ഒരു അനുജത്തിയും കൂടെ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വല്യപ്പച്ചൻ, അതായത് എൻ്റെ പിതാവിൻ്റെ അപ്പച്ചൻ, തികച്ചും ഒരു സാമുദായിക ഭക്തനായിരുന്നു. പുരോഹിതങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ ആ ദേശത്ത് ഏത് വീട്ടിലും ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ട് പോകും. വല്യപ്പച്ചൻ നല്ല പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് ആ ചടങ്ങ് ആരംഭിക്കുകയും അതുകൊണ്ടുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത് പോരുന്ന ഞങ്ങൾ തികച്ചും ആ സാമുദായിക ഭക്തിയിൽ ഞങ്ങളുടെ വല്യപ്പച്ചൻ ഞങ്ങളെ ആ കുടുംബങ്ങളെല്ലാം വളർത്തിപ്പോന്നു. അങ്ങനെ ഇരിക്കെ നല്ലില ഗ്രാമപ്രദേശത്ത് 4 പള്ളികളുടെ നടുവിലായി കർത്താവിൻ്റെ വേല അന്ന് നല്ലിലായിൽ ആരംഭിച്ചിട്ടില്ല. അന്നൊരു വാടക വീട്, എൻ്റെ ബാല്യകാലമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അന്ന് നല്ല തിരിച്ചറിവില്ല, ഏകദേശം 12-13 വയസ്സ്. ആ സമയത്ത് ഒരു വാടക വീട്ടിൽ ആണ് അന്ന് വേല ആരംഭിച്ചത്. എന്നാൽ അന്നുള്ള വിശുദ്ധന്മാർ വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു സുവിശേഷവുമായി. അങ്ങനെ എൻ്റെ പെങ്ങൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കേൾക്കുവാനിടയായി. അങ്ങനെ രഹസ്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ വല്യപ്പച്ചനെയും ഒക്കെ പേടിച്ചു. അങ്ങനെ 1-2 ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ ഇടയായി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ 1-2 ആരാധനയിൽ സംബന്ധിച്ച ശേഷം അത് തുടർന്നും അതിൽ തന്നെ വളരെ മാധുര്യമേറിയ അനുഭവം പെങ്ങളിലുള്ളവായി. അങ്ങനെ തുടർന്നും അതിൽ സംബന്ധിപ്പാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ വല്യപ്പച്ചൻ അറിഞ്ഞു. വല്യപ്പച്ചൻ ഉപദേശിമാരെ വീട്ടിൽ കൈക്കൊള്ളുകയും അവർ പ്രാർത്ഥിക്കും, ഭവനത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഈ സഹോദരി പെങ്ങൾ ഈ കർത്താവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ആരാധനയ്ക്കായി പോകുന്നത് ഇഷ്ടമല്ലാതെയായി. അന്ന് വളരെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള കാലമായിരുന്നു എൻ്റെ ബാല്യകാലം. അങ്ങനെ വളരെ ഉള്ള 1-2 ഡ്രസ്സ് ഞങ്ങളുടെ വല്യപ്പച്ചൻ എൻ്റെ പെങ്ങളുടെ ഡ്രസ്സ് വല്യപ്പച്ചൻ്റെ വീട്ടിൽ എടുത്തുകൊണ്ട് പോകാനിടയായി. അങ്ങനെ 2-3 ആഴ്ച ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ കഴിയാതെ പെങ്ങൾ വളരെ ഭാരത്തോടെ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. ഞാൻ ചുരുക്കമായി പറയട്ടെ. അങ്ങനെ തുടർന്നും വല്യപ്പച്ചനും അപ്പച്ചൻ്റെ മറ്റ് മക്കളും എല്ലാവരുടെ കൂടി എൻ്റെ സഹോദരിയെ വിവാഹ ആലോചനയ്ക്ക് തയ്യാറെടുത്തു. കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ എൻ്റെ സഹോദരി പറയുവാനിടയായെന്നറിഞ്ഞു, എനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അങ്ങനെ പിന്നെ വിവാഹത്തിന് എൻ്റെ അപ്പച്ചൻ മൗന അനുവാദം കൊടുത്തു. നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ
വിവാഹം വേണ്ട എന്നുള്ള കുറച്ച് നാളിൽ നിന്നു. അങ്ങനെയാണ് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നതും. നിങ്ങൾ എന്നെ വിവാഹം ചെയ്ത് അയക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ സേവിപ്പാൻ ഞാൻ പുറപ്പെടുകയാണ്. എനിക്ക് വിവാഹം വേണ്ട. അങ്ങനെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വല്യപ്പച്ചനുൾപ്പെടെ അങ്ങനെ മൗനസമ്മതം അനുവദിക്കുകയും ചെയ്തു. ആയതിനാൽ കർത്താവിൻ്റെ ഈ മഹനീയമേറിയ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അതിന് വേണ്ടത് വിദ്യാഭ്യാസമോ കഴിവോ മിടുക്കോ പ്രാപ്തിയോ വാക്ചാതുര്യമോ ഒന്നും തന്നെയില്ല ഈ കർത്താവിൻ്റെ ഈ മഹനീയമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു. ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ ഇത്രത്തോളം കർത്താവിൻ്റെ ഭവനങ്ങളിലായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അച്ചൻകോവ് മുതൽ സീതത്തോട് വരെ ഉള്ള ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങനെ വീട്ടിൽ വരാറില്ല. അങ്ങനെ കൊട്ടാരക്കര കൺവെൻഷൻ അന്ന് ഈ സ്ഥലത്തല്ല, മേളിൽ എൻ്റെ ബാല്യകാലം കഴിഞ്ഞതിന് ശേഷം ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കൺവെൻഷൻ സമയത്ത് ഞാൻ വരും. അങ്ങനെ എന്നെ ഈ സകല അപ്പച്ചന്മാരുടെ അടുത്തും കൊണ്ടുപോയി അമ്മച്ചിമാരെ കാണിക്കും, അപ്പച്ചന്മാരെ കാണിക്കും. മക്കളൊന്നും കൊടുക്കണ്ട, അവരെ പോയി കണ്ടാൽ മതി. അങ്ങനെ അവരുടെ അടുത്തെല്ലാം കൊണ്ടുപോയി എന്നെ എൻ്റെ കയ്യിൽ എൻ്റെ പ്രാപ്തിക്കൊത്തതുപോലെ ചില്ലറയായാലും ഞാൻ അന്ന് വിശുദ്ധന്മാർക്ക് കൊടുത്തു. അങ്ങനെ അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും പിന്നീട് എൻ്റെ ജീവിതത്തിലും പ്രാപിപ്പാൻ ദൈവം എന്നയോളം എന്നെ സഹായിച്ചു. അതുമാത്രമല്ല, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ ചടങ്ങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാനും എൻ്റെ ഇളയ 2 സഹോദരങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങളാണല്ലോ കരയുവാനിടയായി. അപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാരും എനിക്ക് വേണ്ടി കരയണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കരയുവാൻ പോകുന്നു എന്ന് പറഞ്ഞു എല്ലാവരെയും ആശ്വസിപ്പിച്ചു. സധൈര്യം ഭവനത്തിൽ നിന്ന് ഇറങ്ങുവാനിടയായി. തൽഫലമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഞങ്ങളുടെ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ ഒന്നും ഈ രക്ഷയുടെ അനുഭവത്തിൽ ഈ മൗത്യമേറിയ ശുശ്രൂഷ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ആവാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഭൂരിഭാഗം പേരും ഈ കർത്താവിൻ്റെ മാർഗത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി ഞങ്ങൾ കാണുന്നു. കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കൊട്ടാരക്കര കൺവെൻഷൻ്റെ മുമ്പുള്ള ഞായറാഴ്ച അങ്ങനെ സഭായോഗത്തിന് ഇരുന്നില്ല, പുത്തൂർ സഭായോഗത്തിന് ഇരുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബോധം നഷ്ടപ്പെടുന്ന ഒരനുഭവം ശരീരത്തിൽ നിന്ന് അവിടെ അറിയാൻ കഴിഞ്ഞത് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയ അവസ്ഥയാണ്. അങ്ങനെ അവിടെ സഹോദരിമാർ വന്നു അതിന് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്താണ് പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അങ്ങനെ അന്ന് മുതൽ ചെറിയ അസ്വസ്ഥതകൾ, അല്പമായ അല്ലാത്ത അസ്വസ്ഥതകൾ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ കൊട്ടാരക്കര കൺവെൻഷൻ വരുന്നു. അങ്ങനെ അവിടുത്തെ ദേവദാസനും മറ്റ് സഹോദരങ്ങളും ഒരു സിസ്റ്റർ ഒഴിച്ച് ഇനി കൊട്ടാരക്കരയ്ക്ക് കടന്നു വന്നു. അപ്പോഴും അവിടെ എന്നെ വിളിച്ചു, മക്കളെ എന്നെ ശുശ്രൂഷിക്കുന്ന ആ പൈതലിനും അത്ര ശാരീരിക സുഖമുള്ള കുഞ്ഞല്ല, അതുകൊണ്ട് മക്കൾ എന്നെ അങ്ങ് കൊട്ടാരക്കര കൊണ്ടുപോകും. ആ വാക്ക് കേട്ട് ഞാൻ വണ്ടിയുമായിട്ട് പോയി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇവിടെ കൊണ്ടുവരുവാനും ഇവിടെ അനേക ദൈവമക്കളെ കാണുവാനും അന്നെല്ലാം അല്പമായ അസ്വസ്ഥതകൾ ശരീരത്തിന് ശ്വാസമുട്ടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാം കൺവെൻഷന് സംബന്ധിപ്പാനും പെങ്ങളെ കണ്ട് ഇങ്ങനെ സുഖകരങ്ങൾ അറിയുവാനും കാണുവാനും പരസ്പരം എല്ലാം ദൈവം അതിനും ഒരു കൃപ ചെയ്തു. തിരിച്ചും മദ്രാസ് കൺവെൻഷൻ കടന്നു വരുന്നല്ലോ. പ്രിയപ്പെട്ടവരെല്ലാവരും മദ്രാസിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് എന്നെ വീണ്ടും വിളിച്ച്, മക്കളെ ഞാൻ ഇനി അങ്ങ് പുത്തൂരിലേക്ക് പോകുക, ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ അവിടെ വിശ്രമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും തിരിച്ചു പുത്തൂരേക്ക് കൊണ്ടുപോകാനിടയായി. യാത്രാമധ്യേ വളരെ ക്ലേശം അനുഭവപ്പെട്ടു. ഞാൻ വിചാരിച്ചു യാത്രയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥ വന്നു. അത്രത്തോളം അസ്വസ്ഥ. ദൈവത്തിൻ്റെ കൃപയാൽ പുത്തൂർ ഫെയ്ത്തോമിലെത്തി. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകനും സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ എല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ കിടക്കയിൽ കസേരയിൽ പൊക്കിയെടുത്താണ് കൊണ്ടുപോയത്. എല്ലാം ദൈവത്തിൻ്റെ നീതിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. വഴിയാത്രയിൽ എന്ത് സംഭവിച്ചെങ്കിൽ
ദൈവനാമം ദുഷിക്കപ്പെടാതെ ദൈവം എല്ലാം നന്നായി ചെയ്തതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നാൾ കർത്താവിൻ്റെ ഭവനങ്ങളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വേല ചെയ്തു. കർത്താവിൻ്റെ സ്തോത്രം. അവിടെയെല്ലാം ചിലപ്പോഴൊക്കെ ദൈവത്തിനെ ക്ഷമിക്കണം, എന്തെന്നില്ലാത്ത വിവരക്കേടുകളും പോഷത്വങ്ങളൊക്കെ എൻ്റെ ഈ പെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുണ്ടാകും. സഹശുശ്രൂഷകരിൽ നിന്ന് പരിഗണന കുറവ്, അവജ്ഞ ഇതൊക്കെ ഉണ്ടായി കാണും. അതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ നിന്നും കാര്യം അത്രത്തോളം ജ്ഞാനമോ വിവേകമോ ഒന്നുമില്ലാത്തത് കൊണ്ട് അതെല്ലാം സഹിച്ചു അന്ത്യത്തോളം ഈ ദീർഘമേറിയ 4.5 ദശാബ്ദക്കാലം കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ഇതിന് തന്നെ അവസാനിപ്പാൻ ദൈവം എൻ്റെ പെങ്ങൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക വിഷയങ്ങളുണ്ട് പറയുവാൻ. എനിക്കും ദീർഘനാൾ തലമുറയില്ലാതെ ഞാൻ ഭാരപ്പെട്ടു. ആ വിഷയത്തിന് മേലും പെങ്ങളും ശുശ്രൂഷകരും എവിടെല്ലാം ഇരുന്നു അവിടെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഒരു ആങ്ങളയ്ക്ക് മക്കളില്ല, സ്തോത്രം. എന്നാൽ ദൈവം അതും നീതിയായി കണക്കിട്ടു. ഒരു മക്കളെ, 2 മക്കളെ, 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. കുഞ്ഞുങ്ങളെ ചേർത്തണച്ചു, സ്നേഹിപ്പാനും കാണുവാനും എല്ലാം ദൈവം കൃപ കൊടുത്തു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എപ്പോഴും ചോദിക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇത്ര പെട്ടെന്ന് ഒരു കടന്നുപോക്ക് ഉണ്ടാകുമെന്ന് തീർത്തും വിശ്വസിച്ചില്ല. എന്നാൽ ഒരു സെൻട്രലിലെ അപ്പച്ചന്മാരെ ഈ എളിയവരായി ഞങ്ങളോട് ഇത്രത്തോളം സ്നേഹം കാണിപ്പാനും കരുണ കാണിപ്പാനും ഞങ്ങളിൽ എന്തുള്ളൂ. വിശേഷാൽ പുത്തൂര് മൂപ്പൻചാനും വളരെ സപ്പോർട്ടായിരുന്നു, താങ്ങായിരുന്നു, തണലായിരുന്നു. വിശേഷാൽ അവിടുത്തെ ശുശ്രൂഷകർ, സഹശുശ്രൂഷകർ, സഹോദരിമാർ അഹോരാത്രം ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. മാത്രമല്ല അവിടെയുള്ള പുത്തൂരുള്ള ദൈവമക്കൾ വിവരിപ്പാൻ നാവുകൾ പോരാ. അവരും വളരെ ആത്മാർത്ഥമായി തങ്ങളുടെ ശരീരങ്ങളെ തന്നെ മറന്നു ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഇന്നലെ രാവിലെ അവിടുത്തെ സഹോദരി വിളിക്കുന്ന പെങ്ങൾക്ക് ഇച്ചിരി ശരീര അസ്വസ്ഥ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം അവിടെ ചെന്നു കണ്ട് വർത്തമാനം പറഞ്ഞു. വളരെ പ്രത്യാശയോടെ, വളരെ ശരീരത്തിൽ ക്ലേശം അല്പമായുണ്ട്, അതെങ്കിലൊന്നും പ്രകടമല്ല, പുറത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല, ചോദിച്ചാൽ പറയത്തുമില്ല. എന്നാൽ അവസാനം ഒരു 1:30 കഴിഞ്ഞ് 2 മണിയൊക്കെ ആയി, എനിക്ക് വിശക്കുന്നു, ആഹാരം വേണം. അങ്ങനെ ആഹാരം അല്പമായി കൊടുത്തു. അങ്ങനെ വളരെ പ്രത്യാശയോടെ, വളരെ ഓർമ്മ വന്നവരോടെല്ലാം പറഞ്ഞു, സുഖവിവരങ്ങൾ അറിഞ്ഞു, സ്തോത്രം ചെയ്യിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. കർത്താവിന് സ്തോത്രം. തക്ക സമയത്ത് ദൈവം തൻ്റെ ഭവനത്തിലേക്ക് ചേർത്തതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പുത്തൂരുള്ള ദൈവമക്കളോട് പേരെടുത്ത് ആരും പറയുന്നില്ല. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ പങ്ക് ശുശ്രൂഷ ചെയ്ത എല്ലാ വിശുദ്ധന്മാരോടും ദൈവമക്കളോടുമുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ഭൂരിഭാഗം പേരും എൻ്റെ പ്രിയപ്പെട്ടവർ ചാർച്ചക്കാർ സാമുദായിക ബന്ധത്തോടുള്ള ആയിരിക്കുന്നുവല്ലോ. എന്നാലും എപ്പോഴും കാണുമ്പോൾ എല്ലാവരോടും കുശലാന്വേഷണം അന്വേഷിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒരു പ്രാർത്ഥനാ വലയമായിരുന്നു. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. തുടർന്നും ഞങ്ങളെയും ഞങ്ങളുടെ എളിയ കുടുംബങ്ങളെയും ഓർത്ത് വിശുദ്ധന്മാരും ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിയ സാക്ഷ്യത്തിലും തരുന്നുള്ളൂ. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അടി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ദൈവം അതിൻ്റെ തക്ക സമയത്തെല്ലാം ഭംഗിയായി ചെയ്യുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. 1980 അമ്മ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചത്. അന്ന് ഞങ്ങൾ സഹോദരങ്ങളിൽ അന്ന് ശുശ്രൂഷ കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കൂടെ നിലവിളിച്ച് പുറകെ ഓടി. അപ്പോൾ ഞങ്ങളോടിങ്ങനെ അച്ചാച്ചൻ പറഞ്ഞോണം പറഞ്ഞ്, നിങ്ങൾ ആരും കരയണ്ട,
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ പോകുന്നുവെന്ന് ഈ മരിക്കുന്ന ദിവസം വരെയും അടികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെയും സീതത്തോട് ചിറ്റാർ അങ്ങനെയുള്ള വിശ്വാസഭവനങ്ങളിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെയും അന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളുണ്ടായി. അതിലെല്ലാം സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, കൂട്ടുവേലക്കാർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ പെങ്ങൾക്കിടയാക്കി. ഇങ്ങനെ വയ്യാതിരുന്നപ്പോൾ ഞാൻ പെങ്ങളെ ഇങ്ങനെ ആങ്ങളമാർ വിളിക്കുന്നതായിട്ട് ഞങ്ങളും പെങ്ങളെന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ അമ്മാവൻ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയൊക്കെ ആണല്ലോ. അന്നേരം എന്നോട് പറഞ്ഞ് ദൈവം എല്ലാം നോക്കിക്കോളും. ഞാനന്ന് എത്രയോ മദർമാരെ ശുശ്രൂഷിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, അന്ന് വലിയ സാഹചര്യങ്ങളൊന്നുമില്ല, അകത്ത് ടോയ്ലറ്റൊന്നുമില്ലാത്ത സമയങ്ങളായിരുന്നു. എന്നാൽ പ്രാഥമിക കാര്യങ്ങളൊക്കെയും അന്നത്തെ സാഹചര്യങ്ങളിലൂടെ പെങ്ങൾ ചെയ്ത് അവരെല്ലാം അവർക്ക് നല്ല ശുശ്രൂഷ ചെയ്ത്, അതുകൊണ്ട് ദൈവം എന്നെ അങ്ങനെയൊന്നും ആക്കത്തില്ല എന്നോട് പറഞ്ഞു. പുത്തൂരായിരുന്നത് അവിടുത്തെ ദൈവമക്കളെല്ലാം വളരെ സ്നേഹത്തോടും വളരെ ആശ്വാസമായിരുന്നു. ശാരീരികമായി ബലഹീനതകൾ വന്നു. തന്നെ എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും ആകാത്ത അവസ്ഥയായി. 2-3 ആഴ്ച ഞായറാഴ്ച എനിക്ക് അവിടെ പോകുവാനും രാത്രി അവിടെ തങ്ങുവാനും എല്ലാം ശുശ്രൂഷിപ്പാനെല്ലാം ദൈവം അടിയന് ഭാഗ്യം ചെയ്തു. ഞാൻ ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സിന് ഒരാശ്വാസമാണ്. അവരൊന്ന് കിടന്നുറങ്ങട്ട്, ഞാൻ കൂടെ ഇരുന്നോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ 3 ദിവസം എനിക്ക് അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അന്നേരം എല്ലാം ആത്മീയമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാം ഒരു നിരാശയുടെ വാക്കുകളൊന്നുമില്ല. ദൈവം എനിക്ക് സുഖം തരും. അതിനുമ്പിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ് എൻ്റെ കൂടെ 2-3 മദർമാർക്ക് സെൻറ്റർ മാറ്റമായി. ഞാൻ പറഞ്ഞ അമ്മമ്മ ഇനി സെൻറ്റർ മാറ്റിയാലും പോകണ്ട. അന്നേരം എന്നോട് പറഞ്ഞ അല്ലല്ല അപ്പച്ചന്മാരെന്തോ പറയുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യും, സെൻറ്റർ മാറ്റുമെന്നേ ഞാൻ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഈ ഫെബ്രുവരി 9-ാം തീയതി ഇങ്ങനെ ബലഹീനത വന്ന് ഇവിടെ കൊട്ടാരക്കര കൊണ്ടുവരികയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം ഈ ഇവിടെ വന്ന് കാണുകയും അവർക്കൊന്നും അറിയത്തില്ല. ഈ കൊട്ടാരക്കര ഫെയ്ത്തോന്ന് എന്തുവാ, കൺവെൻഷൻ എന്തുവാന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവരെല്ലാം ഈ വന്ന് ഈ മഹത്വം കാണുവാനല്ല, അവരെല്ലാം ആശ്ചര്യപ്പെടുവാനെല്ലാം ദൈവം കൃപ ചെയ്തു. പെങ്ങളിലൂടെ അതെല്ലാം നടന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെ ഇങ്ങനെ അസുഖം കൂടുതലാന്ന് സിസ്റ്റേഴ്സ് വിളിച്ചു. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം മാറി മാറി ശുശ്രൂഷിക്കുന്നതിനും എല്ലാം ദൈവം കൃപ ചെയ്തു. അതുമാത്രമല്ല, അപ്പച്ചനെ വിളിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ആദ്യം പുത്തൂരപ്പച്ചൻ വന്ന് പ്രാർത്ഥിച്ച്, അതിനുമുമ്പിട്ട് അടൂരപ്പച്ചൻ വന്ന് പ്രാർത്ഥിച്ച്. അന്നേരം ആരാന്ന് ചോദിച്ചു. അടൂരപ്പച്ചനാന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത്രയും ദൂരത്തിൽ സഭായവും കഴിഞ്ഞിട്ട് വന്നതെന്ന് ചോദിച്ചു. അത്രയും ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ പുത്തൂരപ്പച്ചൻ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞ് സെൻട്രൽ അപ്പച്ചൻ അമ്മയ്ക്ക് കൂടെ പ്രാർത്ഥിച്ച്. അന്നേരം അപ്പച്ചൻ സ്തോത്രം പറഞ്ഞപ്പോൾ അപ്പച്ചാന്ന് 3 വിളി അപ്പച്ചനെ വിളിച്ച്. അപ്പച്ചൻ കേട്ടുവാണോ എന്ന് അറിയത്തില്ല. അപ്പച്ചൻ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു നല്ല ശാന്തതയോടെ. ദൈവം ഇത്രയും നല്ലൊരു മരണം കൊടുത്തതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നുള്ളൊരു വാക്യം വെച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്രത്തോളം വിടുവിച്ച് ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമാക്കാതെ ദൈവസന്നിധിയിൽ ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇനി അനേക കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ദൈവം ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി. ഇനിയും ദൈവകൃപയിൽ ഞങ്ങളെ നടത്തണം. ഈ അമ്മാമ മുഖാന്തരം ഞങ്ങൾക്ക് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ആയി തീരുവാൻ ദൈവം സഹായിച്ചു. ഇതുപോലെ ഒരു വേറെ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിലില്ല. മുമ്പേ ഒരു രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും ലഭിക്കും. ഇങ്ങനെ എപ്പം കണ്ടാലും ഞങ്ങളോട് പറയുന്ന മീറ്റിങ്ങിനുകളെല്ലാം പോകണം. ഞാനാണ് മീറ്റിങ്ങിനൊക്കെ പോകുവാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ട്. എന്നാൽ ഇവിടെ ബൈബിൾ ക്ലാസ്സൊക്കെ നടത്തുമ്പോൾ ഞാൻ വന്ന് അന്വേഷിക്കും. ഇത്രയും ദൂരെ നിന്ന് വിശുദ്ധന്മാർ വന്ന് ദൈവജനം പറയുമ്പോൾ നീ ഇത് വന്ന് കേട്ടില്ലേ, ഇത് പാപമാന്ന് പറയും. അങ്ങനെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെന്ന് മുറി പറയും, അമ്മാമേ ഞാൻ വന്നായിരുന്നു മീറ്റിങ്ങിന് വന്ന് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ എല്ലാ മീറ്റിങ്ങിനും പോകുവാനൊക്കെയും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇത്രത്തോളം ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വഴികാട്ടിയായി കൂടെ ഇരുന്ന്
ശുശ്രൂഷിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് കൊച്ചപ്പച്ചനും അപ്പച്ചനും ഒക്കെയും പലപ്പോഴും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കരുണയ്ക്കുമായി സ്തോത്രം. ഒത്തിരി ബ്രദറും സിസ്റ്റേഴ്സും എല്ലാം വളരെ ക്ലേശങ്ങൾ സഹിച്ചു. അതിന് നന്ദി പറയുന്നു. വിശ്വാസികളും ഓരോരുത്തരുടെ പേര് പറയും, അവരെ വിളിക്കുക, ഇവരെ വിളിക്കുക. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് വിളിക്കുക. അവർ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വന്ന് അമ്മാമ്മയെ ശുശ്രൂഷിക്കാനെല്ലാം ദൈവം സഹായിച്ചു. എന്നോട് മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പറയുമായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പച്ചമാർക്കെല്ലാം നീ നന്ദി പറയണം, സിസ്റ്റേഴ്സ് എന്നെ ശുശ്രൂഷിച്ച് അവർക്ക് നന്ദി പറയണം, വിശ്വാസികൾക്ക് നന്ദി പറയണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മാമ്മ ഇപ്പോഴെങ്കിൽ അമ്മാമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല. അല്ല, എൻ്റെ ജീവന് പോയിരിക്കുക, എനിക്കതറിയാം, അതുകൊണ്ട് അങ്ങനെ പറയണമെന്ന് പറഞ്ഞ്. എന്നിട്ട് 4 മണിയായപ്പോൾ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുവാൻ ജിജി സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞ് ചായ ഇട്ട് കൊടു. അങ്ങനെ സിസ്റ്റർ അവിടെ നിന്ന് എല്ലാവർക്കും ചായ ഇട്ട്, അമ്മാമ്മയ്ക്ക് ചായ വേണമെന്ന് വെച്ചാൽ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 1/2 ഗ്ലാസ് ചായ കുടിച്ച് അങ്ങനെ മരിക്കുന്നവരെയും ഇങ്ങനെ സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഒരു നല്ല മരണം കർത്താവ് കൊടുത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി അടിയങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിശുദ്ധന്മാരുടെയും ദൈവങ്ങളുടെയും പ്രാർത്ഥന അടിയങ്ങൾക്ക് തുണയായിരിക്കണം. ഈ വിശ്വാസത്തിൽ നിലനിന്ന് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ അടിയങ്ങൾക്ക് കുടുംബമായി സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എളിയ സാക്ഷി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചിന്നക്കുട്ടി മാമയുടെ ഇളയ ആങ്ങളുടെ വൈഫാണ് ഞാൻ വന്നു കയറിയ നാൾ മുതൽ അവിടുത്തെ അമ്മയേക്കാൾ എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. മക്കളെ എന്നല്ലാതെ എന്നെ ഒന്നും വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങൾ ഞാനന്ന് സമുദായത്തിലാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. ബന്ധുക്കോസിലൊന്നും അല്ലെങ്കിലും പിന്നെയാണ് വന്നത്. എന്നോട് വളരെ കരുതലായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തലമുറയില്ലാതെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. 2018 ഓഗസ്റ്റ് മാസത്തിലൂടെ സുവിശേഷ പ്രസംഗം നടത്തിയ ഒരു സമയത്ത്, നല്ല ഫെയ്ത്തോമിൽ ഇവിടെ വന്ന സമയത്ത് വീട്ടിലൊന്ന് കയറി. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളിലായിരുന്നു. ഞങ്ങളുടെ മുറിയിൽ കയറി, എൻ്റെ ജോയിക്കുട്ടിക്കൊരു തലമുറയില്ല, എൻ്റെ കുടുംബാനാഥമാവുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ചിന്നക്കുട്ടി മാമയുടെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീടാണ് ഇതൊക്കെ എന്നോട് പറയുന്നത്. ആ ഓഗസ്റ്റ് മാസം തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. 1 പേരും 2 പേരെ അടിയങ്ങൾക്ക് ദാനമായി തന്നു. മരിക്കുന്നതിൻ്റെ അന്നും 2 പേരെയും കൈകളിൽ പിടിച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹം കൊടുത്തു. 2 പേരോടും ജോഷുവേയും ചെയ്യുമെന്ന് പറഞ്ഞ് 2 പേരുടെയും കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നടത്തണം, വർഷത്തിലെങ്കിലും ഒരിക്കൽ പ്രാർത്ഥന നടത്തണം. അത് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ സാത്താൻ വീടുകളിൽ കയറി നിങ്ങൾ പ്രാർത്ഥന നടത്തണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോടെല്ലാം അനുഗ്രഹം ആശ്വാസം പറഞ്ഞു. ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾ സഭായത്തിന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഇങ്ങനെ വിവരം അറിയുന്നത്. ഞങ്ങളവിടെ ചെന്നു ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. മരണം കാണാൻ മാത്രം ഞങ്ങൾക്ക് പറ്റിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ വലിയ വേദനയില്ലാതെ ദൈവസന്നിധിയിൽ ചെറുകോട്ടു ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടായിരുന്നു ഇതുവരെ. ഇനിയും തുടർന്നും ദൈവമക്കളെ പ്രാർത്ഥന ചോദിക്കുന്ന പുത്തൂരെ എല്ലാ വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീഴ്ചയുണ്ട്. ഇളയ സാക്ഷിയിൽ നിന്നോളും. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അമ്മച്ചിയുടെ 2ാമത്തെ നാത്തൂനാണ് ഞാൻ ഈ സഭയിലാണ്. പക്ഷേ ഒരിക്കൽ പോലും ഒരു വേർകൃത്യം എൻ്റെ അമ്മാമ്മ കാണിച്ചിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെയും അച്ഛൻ കുഞ്ഞെന്തിയേ, മക്കൾമാരെന്തിയേ, ചേച്ചി നീ ഭവനം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു, നീ നല്ലതുപോലെ നിൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ മാത്രം പോരാ, അവനെ വിശ്വാസത്തിൽ കൊണ്ടുവരണമെന്ന് പറയുമായിരുന്നു.
എപ്പോഴും പറയും എൻ്റെ കുഞ്ഞ് നല്ലവനാ, അവൻ നല്ലവനാണെന്ന് എപ്പോഴും എന്നോട് പറയും. പല പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അമ്മമ്മയെ വിളിക്കും. അമ്മമ്മ പറയും, ഒരു കുഴപ്പമില്ല മക്കളെ, എല്ലാ കാര്യവും ദൈവം നോക്കിക്കോളും. അമ്മമ്മയുടെ ഓരോ വിശ്വാസവും ഞങ്ങളുടെ സഭയിലെ പോലെ അല്ല, ഉറച്ച് കർത്താവേ നീതിയുള്ള ഒരു പ്രാർത്ഥന എൻ്റെ അമ്മമ്മയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കത് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ എൻ്റെ മകൾ പുറത്തോട്ട് പോകാൻ സാഹചര്യം ഒരുക്കിയപ്പോൾ ഭയങ്കര ഒരു തടസ്സം ഉണ്ടായപ്പോൾ അമ്മമ്മയെ ഞാൻ വിളിച്ചു. എൻ്റെ മോളും ഞാനും കൂടെ വിളിച്ചപ്പോൾ അമ്മമ്മ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുക, 7 മണി സമയം. അമ്മമ്മ അന്നേരം പറഞ്ഞു, മോളെ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, നിൻ്റെ കുഞ്ഞിനെ ദൈവം കരുതിക്കൊള്ളും, അവളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ മോനും മോളും കൂടെ എറണാകുളത്ത് പോയി തിരിച്ചു വരുമ്പോൾ അമ്മേൻ്റെ കാര്യം ഭംഗിയായി നിറവേറിയെന്ന് പറഞ്ഞ് അമ്മാമ്മേൻ്റെ സന്ധ്യയ്ക്ക് വീണ്ടും വിളിച്ചു. സ്തോത്രം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കർത്താവേ വലിയൊരു നഷ്ടമാണ്, എങ്കിലും നിത്യതയിൽ ഞങ്ങളുടെ അമ്മാമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അമ്മ ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് കർത്താവ് കിട്ടിയതിന് സ്തോത്രം. അമ്മാമ്മയെ ശുശ്രൂഷിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. കുടുംബമായിനിയും എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന്മേലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു.